രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ കോൺഗ്രസിൽ നിർണായക നീക്കങ്ങൾ. പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. രാജി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഒരു വിഭാഗം ഉന്നയിക്കുകയാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ രാഹുൽ കൂടുതൽ വെട്ടിലായി. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. അല്ല, ഒരിക്കലുമല്ല. തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. ഇത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ കളിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആകും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്, അതൊന്നും തനിക്കറിയില്ല. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നുണ്ടോ? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് തകരത്തില്ല. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ? എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്ത്? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. വനിതാ കമ്മീഷൻ കേസെടുക്കുക കൂടി ചെയ്തതോടെ നിയമക്കുരുക്കിലേക്കും നീങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ 3 ദിവസവുമായി നമുക്കറിയാം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് വൈകിട്ട് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതേ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പാർട്ടി നേതൃത്വം വിളിച്ചതായി വിവരം ലഭിക്കുന്നുണ്ട്. നിർണായകമായൊരു നീക്കത്തിലേക്കായിരിക്കുമോ പാർട്ടി നേതൃത്വം കടക്കുക? ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടം. പിന്നീട്
മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ആ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്തു. നേതൃത്വം ഇടപെട്ടാണ് അത്തരത്തിൽ വാർത്താ സമ്മേളനം റദ്ദാക്കിയതെന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം രാഹുൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചത്. സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ആ ഓഡിയോ ക്ലിപ്പിൽ അതിൽ കൃത്യമായി ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ തന്നെ ആ ക്ലിപ്പിൽ അടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും ഒക്കെ ഉള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള കേസുകളിൽ ആരോപണങ്ങളിൽ പെട്ടപ്പോൾ അവർ MLA സ്ഥാനം രാജിവെച്ചില്ല എന്നൊരു കാര്യം പറയുന്നെങ്കിൽ കൂടിയും ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ആ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് വളരെ ഗൗരവമായി തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. വലിയൊരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കോൺഗ്രസ് കൂടി ചെന്ന് വീഴുകയാണ്. കാരണം 2 തിരഞ്ഞെടുപ്പാണ് വരാൻ ഉള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി പോകുമ്പോഴാണ് ഇടുത്തി പോലെ ഇങ്ങനൊരു വിഷയം കോൺഗ്രസിന് മുകളിലേക്ക് വന്ന് വീഴുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുക എന്നത് വലിയ ബാധ്യതയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കടുത്ത അമർഷത്തിലാണ്. കോൺഗ്രസിൽ വലിയൊരു വിഭാഗം രാഹുൽ രാജിവെക്കണമെന്ന നിലയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പോലും അതിനെ നേരിടാം. ഇതിനേക്കാൾ മാന്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടം വേണോ, തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സംശുദ്ധമായി മുന്നോട്ട് പോകണമോ? അങ്ങനെ ഒരു വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. അവിടെ പാലക്കാട് നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഭീതിയുടെ പേരിൽ രാഹുലിനെ ഇനിയും കൊണ്ടുപോയാൽ അത് പാർട്ടിക്ക് വലിയ ബാധ്യതയാകുമെന്ന് സീനിയർ നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. രാഹുലിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു എന്ന വിവരം, അതോടൊപ്പം തന്നെ നേതൃത്വം നാളെ കാണുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. കാരണം ഞായറാഴ്ചയാണ് VD സതീശനുള്ളത്, കൊച്ചിയിലാണ്. അദ്ദേഹത്തിന് നാളെ കൊല്ലത്തൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, സണ്ണി ജോസഫും തലസ്ഥാനത്തില്ല. ഈ നേതാക്കളൊക്കെ നാളെ തലസ്ഥാനത്തേക്ക് എത്തുകയും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയൊരു വിഭാഗം നേതാക്കൾ ഏതായിരുന്നാലും രാഹുലിന് എതിരായി നിൽക്കുന്നുണ്ട്. മറ്റ് കേസുകൾ പോലെയല്ല, ആരോപണങ്ങൾ പോലെയല്ല, ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ പാർട്ടി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉചിതമായ തീരുമാനം, പ്രത്യേകിച്ച് ഈ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ ക്യാമ്പയിനായി ചർച്ചയായി മാറാൻ പോകുന്നൊരു വിഷയമാണ്. ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണോ കേരളത്തിൽ സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്താൻ പോകുന്നതെന്ന പ്രധാനപ്പെട്ട ചോദ്യം LDFിൻ്റെ ഭാഗത്തു നിന്ന് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസത്തെ CPMൻ്റെ നിലപാടല്ല ഇന്നത്തേത്. കഴിഞ്ഞ ദിവസം പോഷക സംഘടനകളാണ് സമരം നടത്തിയെങ്കിൽ MV ഗോവിന്ദൻ കോൺഗ്രസ് തീരുമാനിക്കട്ടെ രാജിയുടെ കാര്യമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ്. ഇപ്പോൾ വരുന്നത് ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകളാണ് ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ രാഹുലിന് രാജിവെക്കേണ്ടി വരുമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുക്കുന്നു, പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ രാഹുലിനെ ചുമന്നുകൊണ്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഷാഫി പറമ്പിൽ ഇന്ന് രാവിലെ എത്തുകയും അദ്ദേഹം ബീഹാറിലായിരുന്നു. ഒരു പരിധിവരെ രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് എടുത്തതെങ്കിൽ കൂടിയും അതിലൊക്കെ വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിലുണ്ട്. പ്രത്യേകിച്ച് സീനിയർ നേതാക്കളിൽ വലിയൊരു വിഭാഗം ഈ ചെറുപ്പക്കാരൻ്റെ ഈ ചെയ്തികളോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസമ്മർദ്ദം പുറത്തുനിന്ന് മാത്രമല്ല അകത്തുനിന്നു കൂടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ട മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ദിൽന, പാർട്ടിക്ക് അകത്തു നിന്നും ഇപ്പോൾ രാജിക്കായുള്ള സമ്മർദ്ദം ഉയരുന്നുണ്ട്. രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കുവച്ചത്. പാർട്ടികൾ അന്വേഷിക്കുമെന്നും കോൺഗ്രസ് മറ്റ് പാർട്ടികളിൽ നിന്ന് വേറിട്ടതാണെന്ന് തെളിയിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും.